അപ്പം ഹലോ ഗോയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഗൈസ്, നമ്മൾ പുതിയൊരു ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങിക്കളി. നമ്മൾ പഴയ ലെറ്റ്സ് പ്ലേ സീരീസ് തീർച്ചയായിട്ടും മതി വിചാരിച്ചു. പക്ഷേ നമ്മൾ ഈ സീരീസ് കുറേ മുന്നോട്ട് കൊണ്ടുപോകും. ഇതാ അവിടെ ഒരു ഷീപ്പൊക്കെ സ്പോൺ ആയിക്കണേ. ഇതിൽ കുറേ അപ്ഡേറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ വഴിയെ പറഞ്ഞുതരാം. പിന്നെ ഒന്ന് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഞാൻ ആക്കിയാണ്, ഒരു റീസോഴ്സ് ബാഗ് ഇട്ടിട്ട് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആക്കി. പിന്നെ മറ്റേ എന്തേനും നമ്മൾ 2.1 ആണ്, 1.21 ആണ് നമ്മളത് അപ്ഡേഷന് ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തെടുത്തപ്പം 1.21 ആയി. അങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സൊക്കെ ഉണ്ട്. അതന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിൽ ഡ്രാഗനൊക്കെ കൊല്ലണം. അവിടെ ഒരു ജീപ്പിന് കാണുന്നുണ്ട്, പക്ഷേ വേറെ കളറാണ്. സീനിൽ നമുക്ക് വേറെ പൂ എടുത്തിട്ട് നമുക്ക് എല്ലാത്തിനും ഒരേ കളറാക്കിയിട്ട് നമുക്കങ്ങനെ ആക്കാം. ഷീപ്പിനെ കൊല്ലാൻ നല്ല പ്രയാസമാണ് ഗൈസ്. കൊണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൊല്ലായിരുന്നു. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. വീഡിയോ കാണുന്നതിൽ പലരും ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സപ്പോർട്ട് ചെയ്താലേ നമ്മൾ അടുത്ത വീഡിയോ ഇടുള്ളൂ. ഈ വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് 50 ലൈക്കെങ്കിലും വേണം. 50 അല്ല 10, മാക്സിമം 10 ലൈക്കെങ്കിലും ഇല്ലാതെ ഞാൻ അടുത്ത വീഡിയോ ഇടൂല. പക്ഷേ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇടും. ഞാൻ തരും എന്നുള്ള വിശ്വാസം കൊണ്ട്. അപ്പം എല്ലാവരും 10 ലൈക്ക് തരാം. 10 ഓർ 50. 50 കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല, കൂടുതൽ തരിക ഗൈസ്. നമ്മൾ കുറച്ച് വുഡൊക്കെ വെട്ടിയാണ്, 6 വുഡ് ഉണ്ട്. പിന്നെ ഇതിൽ മറ്റേ അച്ചീവ്മെൻറ്റ്സൊക്കെ കാണിക്കുന്നുണ്ട്. അത് വലിയൊരു അപ്ഡേറ്റാണ്. എനിക്ക് ആദ്യത്തെ 1.19.31 സംതിങ്ങാണ് ഞാൻ ആദ്യം കളിച്ചത്. അതിലൊന്നും ഇങ്ങനെ അച്ചീവ്മെൻറ്റ്സ് ഒന്നും കാണിക്കൂല. ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ അച്ചീവ്മെൻറ്റ്സ് കാണിക്കുന്നതുകൊണ്ട് വലിയ ഉപകാരമാണ്. നമ്മൾ ഈ എപ്പിസോഡിൽ ഒരു അടിപൊളി വലിയ വീട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് പറ്റിയിട്ടുള്ളൊരു ഡിസൈൻ ഞാൻ ട്യൂട്ടോറിയൽ നോക്കി കണ്ടെത്താണ് ഗായ്സ്. എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണിത്. ഫോൺ നന്നായിട്ട് ബാക്കടിയും. അത് സീനില്ല, നമുക്ക് കയറി എടുക്കുക. പിന്നെ അവിടെ ഫ്രീ ഫയർ കാണുമ്പോൾ ഫ്രീ ഫയർ കളിക്കലുണ്ട്. പക്ഷേ ഇപ്പം എടുത്ത് തുടങ്ങിയതാണ്, ന്യൂബ് അക്കൗണ്ടാണ്. 12 ലെവലായിട്ടുള്ളൂ. അപ്പോൾ ഓൺ വോയിസ് വെക്കണായതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നും. നമ്മൾ ഈ തുടങ്ങിക്കണേ, നമ്മൾ വേർഡ് തുടങ്ങിയല്ല, പിന്നെ ബാക്ക് അടിഞ്ഞോണ്ടല്ലേ. റീസൺ ഗെയിം ക്ലിക്കാണെങ്കിലും ഗൈസ് ഹാങ് നല്ല ഫോണിനുണ്ട്. ഇതെന്താ 100 എന്നാണ് നമ്മളെ പേര് കാണിക്കണേ. ഞാൻ പറഞ്ഞില്ലേ വീടുണ്ടാക്കാൻ ഇഷ്ടം പോലെ തടി വേണം. തടിയാണ് ഫുള്ള് വേണ്ടി. ഇഷ്ടം പോലെ വേണം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വേണം. മാക്സിമം വെച്ചാൽ ഒരു ജസ്റ്റ് നിറച്ചൊക്കെ വേണ്ടി വരും വുഡ്. അത് മൊത്തം ആവശ്യം വരില്ല. ഒരു 18 സ്റ്റാക്കൊക്കെ ആവശ്യം വരുള്ളൂ. 9 സ്റ്റാക്ക് അല്ല, 10-12 സ്റ്റാക്ക് ഓക്കും, ബാക്കിയൊക്കെ സ്പ്രൂസും. അപ്പം ഗൈസ് നമ്മളെ സൈഡിലുണ്ടതിന് 22.1 വന്ന പട്ടിക്കുട്ടിയല്ലേ ഗായ്സ്. നമ്മളപ്പുറത്തുണ്ടായിന് ആ പട്ടിക്കുട്ടിയാണ്. പക്ഷെ നമ്മളതിൽ ബോണൊന്നുമില്ല ഗായ്സ്. നമുക്ക് അതിനെ ഇതാക്കാൻ കഴിയില്ല. നമുക്ക് കിട്ടുമ്പോൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കുഴിച്ചിടാം. അതിനെ ജസ്റ്റ് ഒന്ന് കുഴിക്കാക്കി വെക്കുക. കുഴിക്ക് പട്ടിക്കുട്ടി, കുഴിക്ക് പോ പട്ടിക്കുട്ടി. അതിനെ കുഴിക്കാക്കിക്കണം നമ്മൾ. നല്ല ക്യൂട്ടാണ് ഗൈസൊക്കെ, നല്ല ക്യൂട്ടാണ്. അപ്പം നമ്മളൊരു പ്ലാങ്ക് ഉണ്ടാക്കിയാണ് കണ്ടില്ല ഗൈസ്. അച്ചീവ്മെൻറ്റ്സ് നേരത്തെ വുഡ് വെട്ടിയപ്പോഴും കിട്ടി, വൂൾ ഇതാക്കിയപ്പോഴും കിട്ടി. ഒരു വൂൾ ആ പട്ടിക്കുട്ടി. താങ്ക്സ് ബ്രോ. ആ പട്ടിക്കുട്ടി വൂൾ ഡ്രോപ്പ് ചെയ്ത് വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്യല്ല, ഷീപ്പിനെ കണ്ടാൽ ഒരു കൊല്ലുമല്ലോ, അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് വെച്ചിട്ട് എന്തൊക്കെയാണ് പറയണേ. ഡ്രോപ്പ് ചെയ്യില്ല, ഷീപ്പിനെ കൊന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം വുഡൊക്കെ ആയിരുന്നു. അവിടെ ഒരു ഷീപ്പും കൂടി ഉണ്ട്, അതിനും കൂടി നമുക്ക് കൊല്ലാം. അവിടെ പോവും. പിന്നെ പേടിക്കണ കൈസ്, കുഞ്ഞു പോവില്ല. നമുക്ക് ഈ ഷീപ്പിനെയും കൂടി ഒന്ന് കൊല്ലാം. ക്ലിക്കൈ സ്പീഡ് പായ്. ഷീപ്പ് വെള്ളത്തിൽ കയറുന്നതിൻ്റെ മുന്നേ നമുക്ക് കൊല്ലണം. പക്ഷേ കയറി ഗായ്സ്, കൊല്ലം കഴിഞ്ഞില്ല. കയറുന്നതിന് മുന്നേ കൊല്ലാൻ വിചാരിച്ചതിന് കഴിഞ്ഞില്ല.
ഞാൻ കൊന്നു ഗോയ്സ്. നമുക്ക് അടുത്തതായിട്ട് നല്ലൊരു സ്പോട്ട് കണ്ടെത്തണം. ഇത് അത്രയ്ക്കൊന്നും അടിപൊളി സ്പോട്ടല്ല. ഫുള്ള് ഒരു പ്ലെയിൻസാണ് കണ്ടെത്തണം. ആ സൈഡിലൊരു പ്ലെയിൻസ് ഞാൻ കാണുന്നുണ്ട്. അവിടെ വെക്കുന്നതാണ് ഇപ്പം എൻ്റെ ഒരു താല്പര്യം. പിന്നെ ഇവിടെ കുറച്ച് ഷുഗർ കെയിൻ കണ്ടെടുക്കുക. ഈ ഫ്ലവറും കണ്ടെടുക്കുക. ഇവിടെ കുറച്ച് ഫ്ലവറൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടെടുക്കുക. ഈ ഫ്ലവറൊക്കെ കണ്ടെടുത്തേക്കുക. എന്താ ഗൈസ് പീസ്ഫുള്ളല്ലേ? പിന്നെന്താ ഭക്ഷണം ആവശ്യമില്ലാതെ കഴിച്ച് പീസ്ഫുള്ളിലല്ലേ അങ്ങനെ ആവശ്യമുള്ളൂ. ഞാൻ പീസ്ഫുള്ളും ക്രിയേറ്റീവ് ഒന്നായി കളിക്കില്ല. ആദ്യം തന്നെ പറഞ്ഞേക്കാം, എല്ലാ വീട്ടിലും ഞാൻ പറയലുണ്ട്. അങ്ങനത്തെ ചീറ്റിങ്ങൊന്നും ഞാൻ ഇപ്പം ചെയ്യലില്ല. ആദ്യം ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നതിന് മുന്നേ ഞാൻ നല്ല ചീറ്റിങ് ചെയ്യാൻ ബിക്കാസൊക്കെ വേണമെങ്കിൽ ക്രിയേറ്റീവ് നടക്കൽ. ആദ്യം വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് സർവൈവ് ആവലാണ് ആദ്യമൊക്കെ. പക്ഷെ ഇപ്പോഴേക്ക് എന്തോ സർവൈവൽ ഫുള്ളാണ് കളിച്ചാലെന്നൊരു താല്പര്യം. അപ്പം എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടോയെന്ന് ഓർമ്മ വന്ന്. അപ്പം ഞാൻ ഇതിലിടാൻ പറഞ്ഞു. എത്രയോ യൂട്യൂബേഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം എനിക്കൊന്ന് പുതിയ യൂട്യൂബിലിട്ട് കളിച്ചാലോന്ന് തുടങ്ങിയതാണ്. ഞാൻ അന്ന് തുടങ്ങിയതാണ്. പിന്നെ ഞാൻ കുറേ വീഡിയോ ഇട്ടില്ല. പിന്നെ ഇപ്പം എക്സാം ആണല്ലോ, അത്രക്കാണ്ട് വീഡിയോ ഇടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എക്സാം ആയതുകൊണ്ട്. എക്സാം കഴിഞ്ഞിട്ട് 10 ദിവസം ലീവുണ്ട്. 10-8 ദിവസം ലീവ് ഉണ്ടല്ലോ, ഓണം ലീവ്. അതിന് 2 ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടാൻ സാധ്യതയുണ്ട്. മെസ്സേജ് വന്ന് ചാർജ് കഴിഞ്ഞിട്ട് ഓൺ വോയിസ് വെക്കണമല്ലോ. അമ്മൻ്റെ ഞാൻ വെക്കണേ ഓൺ വോയിസ്. അപ്പം എന്തോ നെറ്റ് തീർന്നതിൻ്റെ എന്തോ മെസ്സേജ് വന്ന്. നമ്മൾ ഒരു നല്ല സ്പോട്ട് അവിടെയൊക്കെ ആയിട്ട് അവിടെ ലാവാപ്പൂളുണ്ട് തോന്നുന്നു ഗൈസ്. അവിടെ സ്റ്റോണൊക്കെ വെളിയിലോട്ട് കാണണ്ടേ. നമുക്ക് ഈ സ്ഥലത്തായിട്ട് നമ്മളെ ബേസ് പണിയാം. ബേസ് ഫുള്ളായിട്ട് പണിയണമെന്ന് ഞങ്ങൾ കാണിക്കില്ല, ഇതുവരെ കാണിക്കണുള്ളൂ. അടുത്ത ബേസ് പണിഞ്ഞിട്ടാവും കാണിക്കുക. അപ്പം ഗായ്സ് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്. ഞാൻ ഒരു വട്ടം പറഞ്ഞു തന്നാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊരു ക്രാഫ്റ്റിംഗ് ബെഞ്ച് ഉണ്ടാക്കിയാണ്. ക്രാഫ്റ്റിംഗ് ബെഞ്ച് ക്ലിക്ക് ചെയ്യുക, ഒരു പിക്ചേഴ്സ് അവിടെ ഉണ്ടാക്കുക. അതിനെ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ഒരു പിക്കാസ് ഉണ്ടാക്കുക. സ്റ്റിക്ക് 5 മതിയോ? നമുക്ക് വേണ്ടി ഒരു പിക്കാസ് അവിടെ ഉണ്ടാക്കുക. പിക്കാസ് ഇവിടെ 5 വെച്ചാണ് ഇതാക്കുക. സ്ലാബൊക്കെ ഉണ്ടാകും. പിക്കാസാണ് നമുക്ക് വേണ്ട ആവശ്യം. പിക്കാസുമായി ഒരു സോഡും കൂടി വേണ്ട. അപ്പം ഗായ്സ് നമ്മളെ വീടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളെ വീട്. അത്യാവശ്യം നല്ല വലിയ വീട് തന്നെയാണ്. നമുക്ക് കുറേ വുഡ് ആവശ്യം വന്നു ഗായ്സ്. കണ്ടോ നിങ്ങൾ? കണക്ട് ചെയ്യാനൊക്കെ എത്രയോ വുഡ് ആവശ്യം വന്ന്. മോൾക്ക് 3 നിലയാണ് ഇതിന് ഉള്ളത്. നിങ്ങൾ കാണാൻ ഗ്രൗണ്ട് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോറ്, ഗ്രൗണ്ട് ഫ്ലോറ്, ഫസ്റ്റ് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോറ്. ഞാൻ അവിടെ ട്രാപ്പ് ഡോർ വെച്ചിരിക്കണത് എന്താണെന്ന് വെച്ചാൽ ട്യൂട്ടോറിയലുണ്ട്. അവിടെയാണ് നെതർ പോർട്ടൽ വെക്കണത്. അപ്പോൾ നമ്മൾ നെതർക്ക് പോകുമ്പോൾ നെതർ പോർട്ടൽ കൊണ്ടുപോയി അവിടെ വെക്കുക. വേറെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഇത് വെക്കണ്ടല്ലോ. പിന്നെ എത്രയോ ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ സ്റ്റീക്ക് ഉണ്ടല്ലോ, കുക്കഡ് സ്റ്റീക്ക്, അത് ഞാൻ ക്രിയേറ്റീവ് നിർത്തല്ലോ ഗൈസ്. ഞാൻ അവിടെ ആ സൈഡിലായിട്ടൊരു ഈ സൈഡിലായിട്ട് ഞാനൊരു ഫാം തുടങ്ങി. അതിൽ കുറേ ബ്രീഡ് ചെയ്തിട്ട് കുറേ പിച്ച്. പിന്നെ അതിൻ്റെ മുന്നേ കുറച്ച് ഫാംസ് ഉണ്ടാക്കി. ഷീപ്പ് ഫാം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കൗ ഫാം ഉണ്ട്. അവിടെ ഈ സൈഡിലായിട്ട് കൗ ഫാമും ഉണ്ട്. അത് പൊളിച്ച് കളഞ്ഞെന്നാക്കി തോന്നണേ. അപ്പോൾ ഇത്രയോളം ഇന്നത്തെ